ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്തിനാ മൾട്ടിമീഡിയ മൊബൈൽ ഫോൺ? എന്തിനാണ് അതിൽ ക്യാമറ? എന്തിനാണ് അതിൽ മെമ്മറി കാർഡ്? എന്തിനാണ് അതിൽ കളർ ചിത്രങ്ങൾ? എന്തിനാണ് അതിൽ മ്യൂസിക്? എന്തിനാണ് അതിൽ FM റേഡിയോ? ഹലോ, ഞാനിവിടെ ഉണ്ട്, സുഖാണ് എന്ന് പറഞ്ഞാൽ പോരെ? അതിന് 500-750 രൂപയുടെ ഫോൺ വാങ്ങിക്കൊടുത്താൽ പോരെ അത്യാവശ്യമെങ്കിൽ? പിന്നെ ആര് വാങ്ങിക്കൊടുത്തു? നമ്മുടെ പൊന്നോമന മക്കൾക്ക് ഇത്തരം മൾട്ടിമീഡിയ ഫോൺ രക്ഷിതാക്കൾ തന്നെയാണ്. ആര് സൗജന്യമായി കൊടുത്താലും അതിന്റെ ഉത്തരവാദിത്വം ഈ രക്ഷിതാക്കൾക്ക് തന്നെയാണ്. എന്നിട്ടോ ഇവരിതുകൊണ്ട് ചെയ്യുന്നത് എന്താണ്? ഓക്കെ, അതിന്റെ ഒരു ചെറിയ അനുഭവ കഥ തന്നെ പറയാം. ഒരു ദിവസം എന്റെ കടയിൽ ഒരു സുഹൃത്ത് വന്നൊരു മൊബൈൽ ഫോൺ ഏൽപ്പിച്ചു. 18 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, ദീനിയായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന നല്ലൊരു ദീനിയായ കുട്ടി വന്നിട്ട് പറയാ, എന്റെ മൊബൈൽ കേടായിട്ടുണ്ട്, ഒന്ന് റിപ്പയർ ചെയ്യണം. ആയിക്കോട്ടെ മോനെ, ഞാൻ റിപ്പയർ ചെയ്തു തരാം, നീ നാളെ വാ. സോറി സാർ, നാളേക്ക് പറ്റൂല, ഇന്ന് വേണം. ആയിക്കോട്ടെ, നീ വൈകുന്നേരം പോരെ. സോറി, വൈകുന്നേരം പറ്റൂല, ഇപ്പ തരണം. എന്താ അത് ഇപ്പ തരണം? ഇപ്പ കിട്ടണം. ശരി, നീ അവിടെ ഇരിക്കൂ, ഞാൻ ഇപ്പോൾ തരാം. പറ്റൂല, എന്റെ മുമ്പിൽ വെച്ച് റിപ്പയർ ചെയ്യണം. ഇത് വല്ലാത്ത വാശിയാണല്ലോ. അതെന്താന്ന് ചോദിച്ചു. അതിൽ കുറച്ച് പ്രധാനപ്പെട്ട ഡാറ്റകൾ ഉണ്ട് എന്നാണ് അവൻ പറഞ്ഞു. ഡാറ്റ എന്ന് പറഞ്ഞാൽ വിലപ്പെട്ട രേഖ. മോനെ, രേഖയൊന്നും ഞങ്ങൾ എടുക്കൂല, നിങ്ങൾ എടുക്കാനോ എടുത്തോണ്ടൊന്നുമല്ല, നിങ്ങൾ അത് ഇപ്പൊ ശരിയാക്കി ഇപ്പൊ കിട്ടത്തരണം. അങ്ങനെ ഓണാക്കി നോക്കുമ്പോഴാണ്, റേഡിയോ ആയി നോക്കുമ്പോഴാണ്, സുബ്ഹാനല്ലാഹ്, എനിക്കിവിടെ പറയാൻ പറ്റൂല, മറ്റേ ചിത്രങ്ങളായിരുന്നു. അതും അഭിനയിച്ച ചിത്രങ്ങളല്ല, ഒറിജിനൽ കുടുംബത്തിന്റെ ചിത്രങ്ങൾ. എന്നാൽ കേൾക്കണോ മറ്റൊരു കഥ. ഇങ്ങനെ കേടുവന്ന ഫോണുകൾ എത്ര മായ്ച്ചാലും ഇത്തരം ചിത്രങ്ങൾ ഈ മൊബൈലിൽ നിന്ന് മായുന്നില്ല എന്ന് പാവങ്ങളായ ഈ കുട്ടികളും വലിയവരും അറിയുന്നില്ല. പണ്ട് കാലത്തൊക്കെ ഒരു ക്യാമറ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഇതിൽ നിന്നൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോകും ലാബിലേക്ക്, അത് മറ്റൊരാളെ മുഖത്തേക്ക്. അതുകൊണ്ട് നമ്മൾ വൃത്തികെട്ട ഫോട്ടോ എടുക്കൂല, കാരണം ഇത് വേറൊരാൾ കാണും. 5-10 ലക്ഷം രൂപ കൊടുത്ത് ഒരിക്കലും ഒരു ലബോറട്ടറി മെഷീൻ നമ്മുടെ സ്വന്തം വീട്ടിൽ പണിയൂല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത്തരം ഫോട്ടോ എടുക്കൂല. കൊടാക്ക് പോലുള്ള നല്ല ഫിലിം വാങ്ങി അടിക്കും, കൊണ്ടേ കൊടുക്കും, അത് വാഷ് ചെയ്യും. അപ്പോൾ എല്ലാവരും കാണുന്ന ഫോട്ടോയെ നമ്മൾ എടുക്കൂ. ഇപ്പോ അതൊക്കെ കഴിഞ്ഞില്ലേ? സ്വന്തം ഫോട്ടോ എടുത്ത് സ്വന്തം നോക്കാം, ആരാന്റെ ഫോട്ടോ എടുത്ത് സ്വന്തം നോക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പൊ കുടുംബിണികളും അല്ലാത്തവരും ചെയ്യുന്ന ഒരു നമ്പറാണ് ഈ പറയുന്നത്. നിങ്ങളുടെ മൂക്കത്ത് വിരൽ വെച്ച് ഒന്ന് ചിന്തിക്കുക, എത്ര നാണം കെട്ട ഏർപ്പാടാണിതെന്ന്. സ്വന്തം ഫോട്ടോ എടുക്കും, നോക്കും, ഭാര്യ നോക്കും, ഭർത്താവ് നോക്കും, കുട്ടികൾ നോക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ നോക്കും, അങ്ങോട്ട് മയ്ക്കും. രസാണ്. കാരണം അഭിനയിച്ചത് കാണാൻ ആൾക്കാരില്ല, ഒറിജിനൽ കാണാനാണ് അത്ര ആൾക്കാർ. ഏതോ ആവട്ടെ, അവർ നോക്കും, മായ്ക്കും. ഭയങ്കര സന്തോഷമായി, കാരണം കണ്ടല്ലോ ഞാൻ എൻ്റെ സ്വന്തം ചിത്രം. ഒരു കുട്ടി എന്നോട് കുട്ടിയല്ല, ഒരു യുവാവ് പറയുന്ന ഒരു ഉത്തരാണിത്. എന്താണ് ഇങ്ങനെയൊക്കെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സുഹൃത്ത് പറഞ്ഞു എന്നോട്, ആരാന്റെ ചിത്രങ്ങൾ കാണുന്നതിലും ശരിയല്ലേ മാഷേ ഈ അവനാൻ്റെത് കാണുന്നത്? ഞാൻ യെസ് എന്ന് പറയാൻ എനിക്ക് വയ്യ, നോ എന്നും പറയാം, അത്ര ഇൽമ എനിക്കില്ലാത്തതുകൊണ്ട്. ആരാന്റെ അഭിനയിച്ച് കാണുന്ന അത് വലിയ ഹറാമല്ലേ? അപ്പൊ അത്ര തെറ്റുണ്ടാവില്ലല്ലോ. അവനാൻ്റെത് കണ്ടാൽ നമ്മൾ ഈ വെറുതെ എന്തിനാ ഇതൊക്കെ കാണാൻ പോകണു? അവനാൻ്റെ അതിന് വേണ്ടിയിട്ടാണ് എടുത്തത്. ശരി, അതുകൊണ്ടോട് ഒരു ഉത്തരം ഞാൻ പറഞ്ഞത്. മോനെ, എന്നിട്ട് നീ എന്ത് ചെയ്തു? അത് മായ്ച്ചു, ആരും കാണുന്നില്ല. പടച്ചോൻ്റെത് ഞാൻ മാറ്റി വെച്ചിട്ടോ, ആരും കാണുന്നില്ല. പടച്ചോൻ കാണുന്നുണ്ടോ? നമുക്ക് സംശയമൊന്നുമില്ലല്ലോ, ആരും കാണുന്നില്ല. ഞാൻ പറഞ്ഞു, എല്ലാരും കാണുന്നുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചു. അത് മായ്ച്ചാ മോനെ, അത് മായൂല. ഈ ഫോണ് മായ്ച്ചു കഴിഞ്ഞ് നീ ഒരു പഴയ വിലക്കത് ഒരു കടക്കാരനോ വേറൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ ആ കിട്ടിയ ആൾക്ക് ഒരു പ്രത്യേക പ്രോഗ്രാം ഉപയോഗിച്ച് അതിലെ മുഴുവൻ ഫോട്ടോയും തിരിച്ചെടുക്കാൻ പറ്റും. അതിന്റെ പ്രോഗ്രാം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു മായ്ച്ച് ഫോർമാറ്റ് ചെയ്ത ഫോട്ടോയും അതിന്റെ ടെലിഫോൺ നമ്പറും അതിലെ മുഴുവൻ രേഖകളും ഒരു IT വിദഗ്ധന്റെ അടുത്ത് കിട്ടിയാൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചു. അതുകൊണ്ട് ഇന്ന് IT പ്രൊഫഷണൽ ആൾക്കാർ, കമ്പ്യൂട്ടർ വിദഗ്ധർ ചെയ്യുന്നത്, അഭിനയിക്കാത്ത ഒറിജിനൽ കുടുംബത്തെ ഫോട്ടോ ഏത് മൊബൈൽ ഫോണിലാണ് ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെടുത്തുകൊണ്ട് ഇന്റർനെറ്റിൽ $10 വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വാങ്ങാനും വിൽക്കാനും ആയിരക്കണക്കിന് ഏജൻസികൾ ഇന്ന് ഇന്റർനെറ്റിൽ ഒഴുകി നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിനയിച്ചതല്ല ഒറിജിനൽ ചിത്രങ്ങൾ. അഭിനയിച്ചതിന് പൈസ കിട്ടൂല, അത് വെറുതെ കിട്ടും. നിങ്ങൾക്കിപ്പോ മനസ്സിലാകുന്നുണ്ടാവും ഇതിന്റെ ഡേഞ്ചർ എത്ര വലുതാണ്. എത്ര മായ്ച്ചാലും ഇത് മായുന്നില്ല, ഒരിക്കലും മായൂല. ഇനി എന്ത് ചെയ്യും? ഈ ഫോട്ടോ ഈ കുട്ടി പിറ്റേ ദിവസം ഈ യുവാവായ ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് കരയാ, എന്തേ എന്റെ കുടുംബം കുട്ടിച്ചോറായല്ലോ, എന്തേ ആ ഫോണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരാൾക്ക് വിറ്റു, അവനതെന്ത് ചെയ്തു എനിക്കറിയില്ല. എന്നാ അതൊക്കെ ഇന്റർനെറ്റിൽ ഉണ്ടാവും, www. എൻ്റെ പേരടിച്ചു നോക്കാൻ എനിക്ക് കാണാൻ പറഞ്ഞു. ഞാൻ
വേറെന്താനോട് പറഞ്ഞു കൊടുക്കുക, അടിച്ചാൽ കിട്ടും, ഉറപ്പാണ് കിട്ടും. ഒരുപാട് സൈറ്റുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഇപ്പൊ സൂക്ഷിക്കേണ്ടത് പടച്ചോൻ കാണുമെന്നല്ല പേടിക്കേണ്ടത്. ഇനി പടച്ചോൻ എന്തായാലും കാണും, അതിൽ സംശയമൊന്നുമില്ല. പടപ്പുകൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു ഹോട്ടലിൽ ക്യാമറ വെച്ചിട്ട് ഒരു തമാശ വന്നതാ. ഒരു പെണ്ണ് പറഞ്ഞത്രേ, ചേട്ടാ എനിക്കൊന്ന് മൂത്രമൊഴിക്കണം. അപ്പൊ പറഞ്ഞു, എടി നീ അവിടെ എവിടെയെങ്കിലും ആ റോഡ് സൈഡിൽ പോയി ഇരുന്ന് ഒഴിക്കും. അയ്യോ ചേട്ടാ അതെന്തൊരു വൃത്തികേടാണ്, ഹോട്ടൽ റൂമിൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റിൽ പോകണം. ടോയ്ലറ്റിൽ പോയാൽ ജനകോടികൾ കാണും. ഈ ഫുട്പാത്തിൽ മൂത്രമൊഴിച്ചാൽ അതിൽ കൂടെ പോണ 10-50 ആൾക്കാരെ കാണുള്ളൂ, അതുകൊണ്ട് ഇവിടെ നിന്ന് ഒഴിച്ചോ. നല്ല തമാശ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ സുഹൃത്തിനോട് പറഞ്ഞു, മോനെ പടച്ചോൻ ഇതൊക്കെ കാണും എന്നുള്ളത് നീ മറന്നേക്ക്, ഞാനും എനിക്കും മറക്കാം. എന്നാൽ ജനകോടികൾ ഇത് കാണുന്നുണ്ട്, എന്നെ വിറ്റവർ കാശുണ്ടാക്കുന്നുണ്ട്. നീ ഒന്ന് പരിശോധിച്ച് നോക്ക്, നിന്റെ തലയെങ്ങാനും ഇന്റർനെറ്റിലെ ഇത്തരം ഫിലിമിലൂടെ ഒളിഞ്ഞു നടക്കുന്നുണ്ടോ എന്ന്. സുഹൃത്തുക്കളെ, ഇവിടെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണിത്. ഇത്തരം ഫോട്ടോ എടുത്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ മൊബൈൽ ഫോൺ ഇവിടെ വായിരുന്നുകൊണ്ടിരിക്കുന്നത്. തീർന്നിട്ടില്ല, ഞെട്ടിക്കണ പുതിയ കഥയും കൂടി കേട്ടോളി. ഈ ക്യാമറ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് 3ാം തലമുറ എന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പൊ 3G എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1ാം തലമുറ എന്ന് പറയുന്നത് 1986 മാർട്ടിൻ കൂപ്പർ കണ്ടുപിടിച്ച 1.5 കിലോ വെയിറ്റ് ഉള്ള വലിയൊരു ഫോണ്. ക്യാമറ ഇല്ല, ഒന്നുമില്ല. ഹലോ, ഇവിടെ സുഖം അവിടെ സുഖമാണ്, അത്രേ ഉള്ളായിരുന്നു 1ാം തലമുറ. 2ാം തലമുറ വന്നു, കളർ ഡിസ്പ്ലേ, എഴുത്തും വായനയൊക്കെ കാണാനും കേൾക്കാനും പറ്റുന്ന മൾട്ടി കളർ സംവിധാനങ്ങൾ. 2.5 തലമുറ വന്നു, ക്യാമറയോടുകൂടി വന്നു. 3ാം തലമുറ കണ്ടു, വീഡിയോ കോൺഫറൻസിലൂടെ ദൂരവൈക്കുള്ള ആളുകളെ കണ്ടുകൊണ്ട് സംസാരിക്കുന്ന സാങ്കേതിക വിദ്യ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഇനി ഇതാ വരുന്ന 3.5 തലമുറ TV ചാനലുകളും വീഡിയോയും ബ്ലൂവും നീലയും ചുവപ്പും പച്ചയൊക്കെ ചാനൽ 25, 30, 50 ചാനലുകൾ ഇന്ന് മൊബൈൽ ഫോണിലെ ഡൽഹിയിലെ പല കമ്പനിക്കാരും കുട്ടികൾക്ക് സൗജന്യ